ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ ചെമ്മീൻ്റെ തല വെച്ചിട്ടുള്ള സാലഡും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെമ്മീനൊക്കെ ക്ലീനാക്കി അതിലേക്ക് മുളക്, മല്ലി, കുരുമുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എന്നിവയൊക്കെ ഇട്ട് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ മൊരിയിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചിട്ടാണ്. സൺഫ്ലവർ ഓയിൽ പൊടിക്ക് ഒരു 5-6 സ്പൂണും പിന്നെ നെയ്യ് 1 സ്പൂണാണ് വന്നത്. അപ്പോൾ നല്ലവണ്ണം മൊരിയിച്ചെടുക്കുക. ഇങ്ങനെ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ചേർക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റും നല്ല മണവും കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതേ ഓയിലേക്ക് തന്നെ നമ്മളെ തല ഉണ്ടല്ലോ, തലയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. തല പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടുള്ളൂ. നല്ലവണ്ണം മൊരിഞ്ഞെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതാ ചെമ്മീനും തലയും ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാദാ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ മൊരിച്ചെടുത്ത ഓയിലിലേക്ക് ഉള്ളിയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് വഴറ്റിയെടുത്തതിന് ശേഷം നെരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം കുറച്ച് തൈര് ഒഴിച്ച് ബിരിയാണി മസാലയും കുരുമുളക് പൊടി നല്ലവണ്ണം ചേർത്ത് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചതും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അതായത് എല്ലാ വെള്ളവും നല്ലവണ്ണം വറ്റി വരുന്ന തരത്തിൽ ഇത് വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മൾ സാദാ ചെയ്യുന്നത് പോലെ തന്നെ ചോറ് ഇട്ട് കൊടുത്ത് ഒന്ന് ദമ്മ് വെക്കുക കേട്ടോ. ദമ്മിട്ട് കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ രണ്ടും കൂടിയും മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സാലഡിലേക്ക് പോവാം. സാധാരണ ഇത് ഇങ്ങനെ അച്ചയിൽ, അതായത് വെറും കഴിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പിട്ട് ആദ്യം ഒന്ന് ആക്കി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് വേണമെങ്കിൽ തക്കാളീൻ്റെ കുരു കളഞ്ഞതും കക്കിരിക്കൻ്റെ കുരും ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഞാൻ പക്ഷേ തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ, കക്കിരിക്ക ചേർത്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെ ഒന്ന് തല ഒന്ന് കഴിച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. പിന്നെ ഇതാ ഞാൻ തൈരും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ റെസിപ്പി ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബായ്.